എല്ലാവർക്കും PSC റാങ്കറിലേക്ക് സ്വാഗതം. PSC ഇന്നലെ നടത്തിയ, അതായത് 1 ജൂലൈ 2026 നടത്തിയ പ്യൂൺ, വാച്ച്മാൻ, ഗാർഡ്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തുടങ്ങിയ കുറച്ച് കാറ്റഗറികൾക്കുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസർക്കാണ് വായിക്കാൻ പോകുന്നത്. ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കാണിച്ച സംഭവങ്ങളെ കാലഘടന അനുസരിച്ച് ക്രമീകരിക്കുക. അപ്പോൾ ഈ 4 സംഭവങ്ങളിൽ ആദ്യം സംഭവിച്ചത് B, പിന്നെ C, പിന്നെ A, പിന്നെ D, അതായത് D ആണ് ഉത്തരം. ഇനി 2, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അത് ഗദർ പാർട്ടി ലാല ഹർദയാൽ എന്നുള്ളതും ആസാദ് ഹിന്ദ് ഫൗജ് എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസും. എയും ഡിയും ആണ്, അതായത് C ആണ് ഉത്തരം. ഇനി 3, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന ശരിയായിട്ടുള്ള ഓപ്ഷൻ എയും സിയുമാണ്, അതായത് B ആണ് ഉത്തരം. ഇനി 4, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിയും സിയും ആണ് തെറ്റായിട്ടുള്ളത്, അതായത് B ആണ് ഉത്തരം. ഇനി 5, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. അപ്പോൾ ആദ്യം D, പിന്നെ A, പിന്നെ B, പിന്നെ C, അതായത് D ആണ് ഉത്തരം. 6, 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ തന്നേക്കണ ഒന്നല്ല, അപ്പോൾ D ആണ് ഉത്തരം. 7, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. D ആണ് ഇതിൻ്റെ ആൻസർ. D, A, B, അത് 3 ആണ് വെല്ലുവിളികൾ. ഇനി 8, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും എന്നുള്ള B ആണ്, അപ്പോൾ B തന്നെയാണ് ഉത്തരം. 9, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ എയും ഡിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന, അതായത് D ആണ് ഉത്തരം. ഇനി 10ാമത്തെ, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ A, B, C, അത് 3ഉം തെറ്റാണ്, അതായത് C ആണ് ഉത്തരം. 11, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 4 പ്രസ്താവനകളിൽ C ആണ് ഉത്തരം. എയും സിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി 12, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി എന്നുള്ള A ആണ് ഓപ്ഷൻ. ഇനി 13, 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല ഏറ്റത് ജ്ഞാനേഷ് കുമാർ എന്നുള്ളതാണ്, അപ്പോൾ A ആണ് ഉത്തരം. ഇനി 14, ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? അത് C ആണ്, ബഹുമതികൾ. 15, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് B ആണ്, ജവഹർലാൽ നെഹ്റു. 16, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? US ഭരണഘടന, D ആണ് ഉത്തരം. 17, ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? D ആണ്, 51A എന്നുള്ളത്. 18, അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാം പട്ടികയാണ്, D ആണ്. 19, കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? B, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇനി 20, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? അപ്പോൾ 3 പ്രസ്താവനയിൽ 1ഉം 2ഉം മാത്രമാണ് ശരി, D ആണ് ഉത്തരം. 21, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത്? A, സിന്ധു. 22, ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? B, 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 23, 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത്? A ആണ്, അലഹബാദ് മുതൽ നൈനി വരെ. 24, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം? D, എക്കൽ മണ്ണ്. 25, ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? B, പറവൂർ. 26, കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? D, ശ്രീ K മുരളീധരൻ. 27, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം? B, പറവൂർ. 28, താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട് എന്നുള്ള ഒന്നാമത്തെ, അതായത് B ആണ് ഓപ്ഷൻ. 29, താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്: ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. അപ്പോൾ എല്ലാം ശരിയാണ്, D. 30, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? AK ആന്റണിയും പിന്നെ VK കൃഷ്ണമേനോനും. A ആണ് ഉത്തരം. ഇനി 31, നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നിലമ്പൂർ, ഗൂഡല്ലൂർ. B ആണ്. 32, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? C, സർക്കസ്.
33 താഴെ പറയുന്നവയിൽ നിന്നും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 34 ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി. സി എ ബാലസുബ്രഹ്മണ്യൻ. 35 പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം. ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. 36 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. എ 1998 മെയ് 17. 37 കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല. ഡി കൊല്ലം. 38 അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ്. സി യശോദയും കൃഷ്ണനും. 39 വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. ബി അയ്യങ്കാളി. 40 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം. സി 1792 മാർച്ച് 18. 41 തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ബി വൈകുണ്ഠസ്വാമികൾ. 42 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? രണ്ടാമത്തെ മൂന്നാമത്തെയാണ്, അതായത് എ ആണ് ഉത്തരം. 43 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. സി അമർത്യ സെൻ. 44 ചേരുംപടി ചേർക്കുക. ഒന്നാമത്തേന് സി ആണ്, 2 ഡി, 3 എ, 4 ബി. അപ്പോൾ ബി ആണ് ഉത്തരം. 45 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഡി KG ശങ്കരപ്പിള്ള. 46 കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ബി ആണ് AP അനിൽകുമാർ. 47 മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം. സി മമ്മൂട്ടി. 48 ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ബി ഓപ്പറേഷൻ തൂഫാൻ. 49 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം. ഡി 2000 ഒക്ടോബർ 17. 50 സന്തോഷ് ട്രോഫി ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി ഫുട്ബോൾ. 51 ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത്. എ വിയപുരം. 52 ISROയുടെ പുതിയ ചെയർമാൻ ആര്? ബി ഡോക്ടർ വി നാരായണൻ. 53 താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. അത് ബി ആണ്, ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു. 54 ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? അത് വിറ്റാമിൻ ഡി സി ആണ്. 55 താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത്. ബി ഗിരിജ. 56 പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. എ തിരുവനന്തപുരം. 57 DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാൾസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. സി നിശബ്ദ വസന്തം. 58 ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. സി ഡോക്ടർ ഖാദർ വാലി. 59 കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. ഡി ബ്രസീൽ. 60 ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ബി ആണ്. 61 പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം. സി ആണ് ശൂന്യത, വാക്വം. 62 കൂട്ടത്തിൽ പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ദൂരം സമയം മാസമൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റി, അതായത് അതിശങ്ങളാണ്. സ്ഥാനാന്തരമാണ് സദിശം, അതായത് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ ബി ആണ്. 63 അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഡി ആണ്. 64 ഉയർന്ന കാലോറിക മൂല്യം ഉള്ള ഇന്ധനം. ഇവിടെ തന്നതിൽ ഹൈഡ്രജൻ. എ. 65 ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ദൗത്യം ആദിത്യ L1. ബി ആണ്. 66 ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസയും ISRO. എ ആണ് ഉത്തരം. 67 ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നതിൽ സി കൊതുക്. 68 സിക്ക വൈറസ് പരത്തുന്ന കൊതുക്. ഈഡിസ് കൊതുക്. എ ആണ്. 69 മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലിസ് കൊതുക്. ബി ആണ്. 70 അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം. ഡി ചിക്കൻ പോക്സ്. 71 കൊഴുപ്പ് അഴിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം. പക്ഷാഘാതം ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, ഹൃദ്രോഗം. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഡി ആണ്. 72 ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗമാണ് രക്തസമ്മർദ്ദം കൂടുന്നത്. സി ആണ്. 73 സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി. ആർദ്രം മിഷൻ. ബി ആണ്. 74 അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. മൃതസഞ്ജീവനി. 75 ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി. എ അനുയാത്ര. 76 അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത്. സി അമിതമായി ഉപ്പ് കഴിക്കുക.
ഇനി 77 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സ് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? സി ആണ് 21 ലക്ഷം. ഇനി 78 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട MPOX Clade 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരാണ്? ബി UAE എന്നാണ്. 79 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണം? നെഗ്ലേറിയ ഫൗലേറി എന്നുള്ള സി ആണ്. ഇനി 80 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ബി ആണ് റെസ്പി ഫ്രഷ് TR മരുന്ന്. ഇനി 81 തൊട്ട് മാക്സിമം എൻഡലബിലിറ്റിയാണ്. 1 - 2 + 3 - 4 + 5 - 6 അങ്ങനെ 100 വരെ ഉള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ബി ആണ് അതിൻ്റെ ഉത്തരം -50. 82 വിട്ടുപോയ സംഖ്യ D 42 ആണ്. ഇനി 83 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ സി 125 ആണ്. ഇനി 84 91 മീറ്ററും 117 മീറ്ററുമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം ബി ആണ് 13 മീറ്റർ. ഇനി 85 ആരോഹണ ക്രമത്തിൽ എഴുതുന്നത് 3/5, 5/8, 2/3. 86 ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ, പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണം 81 സെൻറ്റിമീറ്റർ² എ ആണ്. 87 ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 13ആയി. അപ്പോൾ പുതിയ കുട്ടിയുടെ വയസ്സ് D 33. 88 ഒരു വസ്തു 450 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? 720 എ ആണ്. ഇനി 89 ദശാംശ സംഖ്യയുടെ ക്രിയയാണ് 11.521 ബി ആണ് ഉത്തരം. 90 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? അപ്പോൾ 14 സെക്കൻഡ് ഡി ആണ്. ഇനി 91 ഇവിടെ തന്നിട്ടുള്ള ഒറ്റയാൻ 4529 ബി ആണ്. 92 65 വിദ്യാർത്ഥികളുള്ള ക്ലാസ്സിൽ രമേശിൻ്റെ സ്ഥാനം 21. താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിൻ്റെ സ്ഥാനം അപ്പോൾ 45ാമത്തെ എ ആണ്. 93 കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ബി 6174. 94 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങ്. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 40 വയസ്സ് സി. 95 കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെ തന്നേക്കുന്നത് ആരം, ചാപം, ഞാൻ ഇതൊക്കെ വൃത്തത്തിൻ്റെ ഭാഗങ്ങളാണ്. ഡി വൃത്തമാണ്. 96 വില കണ്ടെത്തുക. 16 + 8 × 4 - 2 × 3 - 1 എ 14 കിട്ടും. ഇനി 97 ശരിയായ ക്രമം കണ്ടെത്തുക. അപ്പോൾ പരുത്തി, പിന്നെ ആദ്യം പരുത്തി, പിന്നെ നൂല്, പിന്നെ നെയ്ത്ത് വരും. അത് കഴിഞ്ഞിട്ടാണ് വസ്ത്രമാവുക. സി ആണ് ഉത്തരം. 98 പക്ഷി = ആകാശം. അപ്പോൾ മത്സ്യം = വെള്ളം. ഡി ആണ്. 99 ശ്രേണി പൂരിപ്പിക്കൽ 140 68 32 14 അത് കഴിഞ്ഞാൽ 5 വരും. ഇനി 100 ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? അപ്പോൾ 3 സംഖ്യകൾ യോജിപ്പിച്ചാൽ 4 സമഭുജ ത്രികോണങ്ങൾ. എ ആണ് ഉത്തരം. അപ്പോൾ ഇത്രയാണ് PSC ഇന്നലെ, അതായത് ജൂലൈ 1 2026 നടത്തിയ പ്യൂൺ, വാച്ച്മാൻ, ഗാർഡ്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തുടങ്ങിയ പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസർ കീ. ഇനി ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ പിന്നീട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.